CMA Inter Group 1 Paper 6 Study Note 1 Part 2 ആണ് നോക്കുന്നത്. ടോപ്പിക് വോയിഡ് എഗ്രിമെൻറ്റ്. വോയിഡ് എഗ്രിമെൻറ്റ് എന്താണെന്ന് ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 2 സബ്സെക്ഷൻ G ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വോയിഡ് എഗ്രിമെൻറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. നിയമപരമായി ഒരിക്കലും പ്രാവർത്തികമാക്കാൻ കഴിയില്ലാത്ത എഗ്രിമെൻറ്റുകളെയാണ് വോയിഡ് എഗ്രിമെൻ്റ് ആയിട്ട് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് സെക്ഷൻ 24 മുതൽ സെക്ഷൻ 30 വരെയുള്ള ഓരോ സെക്ഷനിലും നമ്മൾ എഗ്രിമെൻറ്റ് വോയിഡ് ആവുന്ന സാഹചര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് സെക്ഷൻ 24 പറയുന്നത് ഇഫ് കൺസിഡറേഷൻസ് ആൻഡ് ഒബ്ജക്ട്സ് ആർ അൺലോഫുൾ ഇൻ പാർട്ട്. ഈ സെക്ഷനിൽ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനി പാർട്ട് ഓഫ് സിംഗിൾ കൺസിഡറേഷൻ ഫോർ വൺ ഓർ മോർ ഒബ്ജക്റ്റ് or anyone or any part of any one of several consideration for a single object is unlawful, agreement is void. നമുക്കൊരു എഗ്രിമെൻറ്റ് ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി ഒരുപാട് കൺസിഡറേഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സുകൾ അല്ലെങ്കിൽ ഒരുപാട് പാർട്ടുകളിലൂടെ നമ്മൾ പോകേണ്ടി വരും. അതിൽ ഏതെങ്കിലും ഒരു സിംഗിൾ പാർട്ട് അല്ലെങ്കിൽ സിംഗിൾ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സിംഗിൾ കൺസിഡറേഷൻ അൺലോഫുൾ ആവുകയാണെങ്കിൽ ഈ എഗ്രിമെൻറ്റ് വോയിഡായിട്ട് മാറും. അതാണ് പറയുന്നത്. നമ്മളൊരു എഗ്രിമെൻറ്റ് ഫുൾഫില്ല് ചെയ്യാൻ നമ്മൾ ഒരുപാട് പാർട്ടിലൂടെ പോകണം. ആ ഒരു സിംഗിൾ പാർട്ടെങ്കിലും ഏതെങ്കിലും ഒന്ന് അൺലോഫുൾ ആവുകയാണെങ്കിൽ എഗ്രിമെൻറ്റ് വോയിഡ് ആവും. അടുത്ത സെക്ഷൻ പറയുന്നത് സെക്ഷൻ 25 ആണ്. എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ. എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ വോയിഡ് ആയിരിക്കും എഗ്രിമെൻറ്റ് അൺലെസ്. ഈ കൺസിഡറേഷൻ ഇല്ലെങ്കിലും എഗ്രിമെൻറ്റ് വോയിഡ് ആവും. ഓക്കെ, ആ എഗ്രിമെൻറ്റ് കൺസിഡറേഷൻ ഇല്ലെങ്കിലും ചില സാഹചര്യം 3 സാഹചര്യങ്ങളിലൂടെ പറയുന്നുണ്ട് അങ്ങനെയുള്ളത് വോയിഡ് ആവില്ല, വാലിഡ് ആയിരിക്കും. അതിൽ ഒന്നാമത്തെ സിറ്റുവേഷൻ പറയുന്നത് ഇറ്റ് ഈസ് ഇൻ റൈറ്റിംഗ് ആൻഡ് രജിസ്റ്റേർഡ്. ഇവിടെ പറയുന്നത് നമ്മൾ ഒരു റൈറ്റിങ്ങിൽ രജിസ്റ്റേർഡ് ഫോമിൽ ഫുൾ ഓഫ് ഡോക്യുമെൻറ്റോട് കൂടി നമ്മളൊരു എഗ്രിമെൻറ്റ് കൊടുക്കുകയാണ്. അത് ലവ് എഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ നാച്ചുറൽ ലവ് കൊണ്ടോ പരമ്പരാഗതമായിട്ടുള്ള സ്വത്ത് അല്ലെങ്കിൽ ഒരു ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ഗിഫ്റ്റായിട്ട് ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുകയാണ്. ഇൻ ദ ഫോം ഓഫ് റൈറ്റിങ്ങിൽ രജിസ്റ്റേർഡ് ഫോമിൽ ഡോക്യുമെൻറ്റ്സ് എല്ലാമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും വോയിഡ് ആവില്ല. വിത്തൗട്ട് കൺസിഡറേഷനും വാലിഡ് ആയിരിക്കും എഗ്രിമെൻ്റ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് സിറ്റുവേഷൻ പറയുന്നത് ഇഫ് ഈസ് എ പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ സംതിങ് ഡൺ. നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് തന്നതിന് നമ്മളൊരു കോമ്പൻസേഷൻ കൊടുക്കുകയാണ്. ഫുള്ളി ഓർ പാർട്ട്ലി നമ്മളൊരു കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എഗ്രിമെൻ്റ് ആണ്. വിത്തൗട്ട് കൺസിഡറേഷനും അത് വോയിഡ് ആയിരിക്കില്ല, അത് വാലിഡ് ആയിരിക്കും. മൂന്നാമത്തെ സിറ്റുവേഷൻ പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോമിസ് ടു പേ എ ഡെപ്റ്റ് ബാർഡ് ബൈ ലിമിറ്റേഷൻ ലോ. ലിമിറ്റേഷൻ ലോ പ്രകാരം ബാർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഡെപ്റ്റ് അത് ക്രെഡിറ്റർക്ക് ഡെപ്റ്ററോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണോ കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മളൊരു സൈൻ ചെയ്തൊരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എഗ്രിമെൻറ്റ് വാലിഡ് ആയിരിക്കും, വോയിഡ് ആയിട്ട് മാറില്ല. വിത്തൗട്ട് കൺസിഡറേഷനും അത് വാലിഡ് ആയിരിക്കും. മൂന്നാമത്തെ സെക്ഷൻ പറയുന്നത് എഗ്രിമെൻറ്റ് ഇൻ റിസ്ട്രെയിൻസ് ഓഫ് മാരേജ്. മാരേജിൻ്റെ പുറത്ത് നമ്മൾ മാരേജ് റിസ്ട്രെയിൻ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല, ആ രീതിയിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വോയിഡായിരിക്കും. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ പാടില്ല. അടുത്തത് പറയുന്നത് എഗ്രിമെൻറ്റ് ഇൻ റീസ്ട്രെയിൻ ഓഫ് ട്രേഡ്. ഞാൻ ഈ പ്രൊഫഷൻ ചെയ്യില്ല, ഞാൻ ഈ ബിസിനസ് ഒരിക്കലും ചെയ്യില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ബിസിനസ്സിനെ അല്ലെങ്കിൽ ട്രേഡിനെ റിസ്ട്രെയിൻ ചെയ്തുകൊണ്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാലും അത് വോയിഡ് ആയിരിക്കും. അതിനൊരു എക്സെപ്ഷൻ പറയുന്നത് ഇപ്പം ഒരാൾ അയാളുടെ ബിസിനസ്സിലെ ഗുഡ് വില്ല് സെയിൽ ചെയ്യുകയാണ്. ആ സ്ഥലത്ത് ആ സെയിം ക്യാരക്ടറുള്ള ഒരു ബിസിനസ് വന്ന് ചെയ്യരുത് എന്ന് വേണമെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ഒരു ബിസിനസ് ഞാൻ ചെയ്യില്ല, ആ പ്രൊഫഷൻ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വോയിഡ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത സെക്ഷൻ 28 ആണ്. എഗ്രിമെൻറ്റ്സ് ഇൻ റീസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്. ലീഗൽ പ്രൊസീഡിങ്സിന് റീസ്ട്രെയിൻ ആയിട്ട് നമ്മൾ എന്തെങ്കിലും എഗ്രിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വോയിഡ് ആയിരിക്കും. അതിലവിടെ പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ നിയമപരമായി ഞാൻ നിങ്ങൾക്കെതിരെ ഒന്നിനും നീങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുക നിങ്ങൾ നിയമപരമായി എനിക്കെതിരെ ഒന്നിനും ചെയ്യില്ല എന്ന് പറഞ്ഞൊരു എഗ്രിമെൻ്റ് എനിക്ക് എഴുതിത്താ എന്ന് പറയുന്നത് വോയിഡ് ആയിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ആണെന്നാണ് പറയുന്നത്. അവിടെ ഒരു 3 കേസുകൾക്ക് എക്സെപ്ഷൻസ് പറയുന്നുണ്ട്, നോക്കാം. ഒന്ന് സേവിങ്സ് ഓഫ് കോൺട്രാക്ട് ടു റെഫർ, ആർബിട്രേഷൻ ഡിസ്പ്യൂട്ട് ദാറ്റ് മേ അറൈസ്. ഓൾറെഡി 2
പേര് തമ്മിൽ ഒരു കേസ് അല്ലെങ്കിൽ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നീട് അതിൻ്റെ ഇടയിലും ഇവർ തമ്മിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാവില്ല എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കൊരു എഗ്രിമെൻറ്റ് തയ്യാറാക്കാം. സെക്കൻഡാണ് സേവിങ് ഓഫ് കോൺട്രാക്ട് ടു റെഫർ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹാവ് ഓൾറെഡി റൈസൺ. ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒരാളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, അതേ ചോദ്യം തന്നെ പിന്നീട് ഇല്ലെങ്കിൽ അതിൻ്റെ മേലെ വേറെ ചോദ്യമായിട്ട് വരരുത് എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കൊരു എഗ്രിമെൻറ്റ് തയ്യാറാക്കാം. സേവിങ് ഓഫ് എ ഗ്യാരണ്ടി എഗ്രിമെൻറ്റ് ഓഫ് എ ബാങ്ക് ഓർ എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മളൊരു ബാങ്കിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രൊവിഷൻസ് ഫോർ ഗ്യാരണ്ടി ഫോർ എക്സ്റ്റിങ്ക്യൂഷ്മെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും റൈറ്റ്സിന് വേണ്ടിയുള്ള എഗ്രിമെൻറ്റ് തയ്യാറാക്കുന്നത് വോയിഡ് ആവില്ല, അതാണ് പറയുന്നത്. ഇനി അടുത്തത് സെക്ഷൻ 29 ആണ്. എഗ്രിമെൻറ്റ്സ് വോയിഡ് ഫോർ അൺസർട്ടനിറ്റി. ഒരു എഗ്രിമെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തു, അത് സെർട്ടേൺ അല്ല, അത് നോട്ട് സെർട്ടേൺ ആണെങ്കിൽ അത് വോയിഡായിട്ട് മാറും. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എ എഗ്രീസ് ടു സെൽ ബി 100 tons of oil. There is nothing whatever to show what kind of oil was intended. നമ്മളൊരു എഗ്രിമെൻറ്റ്, അതായത് എ ബിക്ക് ഒരു എഗ്രിമെൻറ്റ് കൊടുത്തിരിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് 100 tons ഓയിൽ തരാം, പക്ഷെ അത് എന്ത് ഓയിലാണെന്നോ എങ്ങനെ തരാമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ എഗ്രിമെൻറ്റ് സെർട്ടേൺ അല്ല, അതപ്പം വോയിഡായിട്ട് മാറും. അടുത്തത് സെക്ഷൻ 30 ലാസ്റ്റ് വൺ ആണ്. എഗ്രിമെൻറ്റ് ബൈ എ വിഗർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബെറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ഗെയിമിന് നമുക്കിതാണ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയുകയാണ്. അത് ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വോയിഡ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആണ്. കാരണം ഇപ്പോൾ അവർ ആ പ്രൈസ് നമുക്കൊരു ബെറ്റ് വെച്ചു, എന്നിട്ട് നമുക്കത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഇതിനെതിരെ എന്തായിട്ട് ഒന്നും ചെയ്യാൻ, നമുക്കതിനെതിരായിട്ട് ഈ എഗ്രിമെൻറ്റ് കൊണ്ടുപോയി ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എഗ്രിമെൻറ്റ് വോയിഡ് ആയിരിക്കും, ആ എഗ്രിമെൻറ്റ് വാലിഡ് ആയിരിക്കില്ല, അതാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളൊരു എക്സെപ്ഷൻസ് ഉണ്ട്. ഈ ഹോഴ്സ് റേസിലെ അതിന് ഒരു 500 രൂപയിൽ കൂടുതലൊക്കെ ആയിട്ടുള്ള അവാർഡാണ് അവർ പറയുന്നതെങ്കിൽ അത് വോയിഡായിട്ട് മാറില്ല, അത് വാലിഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പാർട്ടിൽ നമുക്ക് വോയിഡ് എഗ്രിമെൻറ്റ്, ഒരു എഗ്രിമെൻറ്റ് വോയിഡ് ആവുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സാഹചര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സെക്ഷൻ 24 ഞാൻ പറഞ്ഞു, ഇഫ് കൺസിഡറേഷൻസ് ആൻഡ് ഒബ്ജക്റ്റ് ആർ അൺലോഫുൾ ഇൻ പാർട്ട്, ഏതെങ്കിലും ഒരു പാർട്ട് അൺലോഫുൾ ആണെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് വോയിഡായിട്ട് മാറും. എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെൻ്റ് എല്ലാം വോയിഡാണ്. പക്ഷെ അവിടെ അൺലെസ് ഒരു 3 സിറ്റുവേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫാമിലി ഒരു സ്വത്തായിട്ടോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റായിട്ട്, അതൊരു നാച്ചുറൽ ലവിൻ്റെ ഒക്കെ ബേസിൽ നമ്മളൊരു സാധനം ഒരാൾക്ക് റൈറ്റിങ്ങിൽ ഡോക്യുമെൻറ്റ്സോട് കൂടി രജിസ്റ്റേർഡ് ഫോമിൽ കൊടുക്കുകയാണെങ്കിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിലും അത് വാലിഡ് ആയിരിക്കും. രണ്ടാമത് പറഞ്ഞു, നമുക്കൊരാളൊരു കാര്യം ചെയ്തു തരികയാണ്, അതിന് നമ്മളൊരു കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷനും വാലിഡ് ആയിരിക്കും. മൂന്നാമത് പറയുന്നത് ഒരു ലിമിറ്റേഷൻ ലോ പ്രകാരം ബാർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഡെപ്റ്റ്, ആ എമൗണ്ട് ഡെപ്റ്റർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഉള്ള രീതിയിൽ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കുന്നത് വിത്തൗട്ട് കൺസിഡറേഷനും അത് വാലിഡായിട്ട് കണക്കാക്കും. സെക്ഷൻ 26 പറഞ്ഞത് എഗ്രിമെൻറ്റ് ഇൻ റീസ്ട്രെയിൻ ഓഫ് മാരേജ് റീസ്ട്രെയിൻ ചെയ്യുന്ന എഗ്രിമെൻറ്റുകൾ വോയിഡായിരിക്കും. എഗ്രിമെൻറ്റ് റീസ്ട്രെയിൻ സെക്ഷൻ 27 ആണ്. എഗ്രിമെൻറ്റ് ഇൻ റീസ്ട്രെയിൻ ഓഫ് ട്രേഡ് റീസ്ട്രെയിൻ ചെയ്യുന്ന എഗ്രിമെൻറ്റുകളും വോയിഡായിരിക്കും. എഗ്രിമെൻറ്റ് ഇൻ റീസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിങ്സിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ അതിന് റീസ്ട്രെയിൻ ചെയ്യുന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റുകളും വോയിഡായിരിക്കും. എഗ്രിമെൻറ്റ് വോയിഡ് ഫോർ അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അതായത് സെർട്ടേൺ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് വോയിഡായിരിക്കും. എഗ്രിമെൻറ്റ് ബൈ എ വേ ഓഫ് വേഗർ, ബെറ്റ് അല്ലെങ്കിൽ ഗെയിം പോലെയുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന് അവാർഡ് തരാം എന്ന് പറയുന്നത് ഒരു വോയിഡ് എഗ്രിമെൻറ്റിലാണ്. ഓക്കെ, താങ്ക് യു.